നമുക്കെല്ലാവർക്കും അറിയാം 1895 മാർച്ച് 9 മുതൽ 18 വരെയാണ് ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. 10 ദിവസം ഉണ്ടായിരുന്നു. CM ഓഗർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർത്തോമാ സഭയുടെ വിറ്റൻബർഗാണ് മാരാമൺ കൺവെൻഷൻ എന്നാണ്. അതായത് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച കോളേജായിരുന്നല്ലോ വിറ്റൻബർഗ്. അദ്ദേഹം പഠിപ്പിച്ചത് വേദപുസ്തകമായിരുന്നു. അപ്പോൾ അതുപോലെ വേദപുസ്തക പഠനം സഭയിൽ ആരംഭിക്കുന്നതിന് മുഖാന്തരമായി ഭവിച്ചത് മാരാമൺ കൺവെൻഷനാണ്. മാർത്തോമാ സഭയുടെ എല്ലാ പ്രധാനപ്പെട്ട കൺവെൻഷനും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും ബൈബിൾ സ്റ്റഡിയുണ്ട്. എല്ലാ ഭദ്രാസന കൺവെൻഷനും രാവിലെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴാണ് പൊതുയോഗം ആരംഭിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കൺവെൻഷന് മുമ്പ് ബൈബിൾ സ്റ്റഡി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, യാതൊരു നിയമവുമില്ല. എന്തായാലും തുടക്കത്തിലേ അങ്ങനെയായിരുന്നു. കാരണം വേദപുസ്തകം പഠിക്കുക, അതിൻ്റെ ഉൾക്കാമ്പ് അറിയുക എന്ന വലിയ ലക്ഷ്യം മാരാമൺ കൺവെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായി വന്ന സഭയിലെ എല്ലാ കൺവെൻഷനും ആ മാതൃക തുടരുകയാണ് ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൺവെൻഷൻ ആൾക്കാർ വരിക, വേദപുസ്തകം പഠിക്കുവാൻ, വായിക്കുവാൻ ഉത്സാഹിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ അടയാളം കൂടിയാണ്. അതിനു മുമ്പ് നമ്മൾ പെരുന്നാളുകൾക്ക് പോകും, ഉത്സവങ്ങൾക്ക് പോകും. അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു പറ്റം, ഒരു കൂട്ടം എന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് സമൂഹത്തിലുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മളൊക്കെ പറയും മാപ്പിള എങ്ങോട്ട് പോയി, ഞാനെങ്ങോട്ടാണ് രാവിലെ എന്നൊക്കെ നമ്മൾ ചോദിക്കുക പതിവുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ഇൻഡിവിജ്വലിനെ അല്ല നമ്മൾ നെയിം ചെയ്തത്, ഒരു കൂട്ടത്തെയാണ്. കൺവെൻഷൻ സംഭവിച്ചു തുടങ്ങുമ്പോൾ ഈ സമൂഹത്തിൽ വന്ന ഒരു പരിണാമം എന്താണ്, അത് ഏത് പരിണാമത്തിലേക്കാണ് നയിച്ചത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീയിങ്ങാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തെയും കടമകളെയും കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ടതും ആ ഒരു ഇൻഡിവിജ്വേറ്റഡ് എക്സിസ്റ്റൻസ്, ഒരു വ്യക്തി നിർണയ ഒരു എക്സിസ്റ്റൻസിലേക്ക് സമൂഹത്തിൽ വന്ന ഒരു പരിണാമമാണ്. JW ഗ്ലാഷൻ തിരുമണി അദ്ദേഹത്തിൻ്റെ PhD റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, 1850 മുതൽ 1910 വരെയുള്ള കാലഘട്ടം നോക്കിയാൽ പല സംഘടനകൾ ഉണ്ടായി വന്ന കാലഘട്ടമാണ്. അതായത് നമുക്കറിയാം, നസ്രാണി ജാതൈക്യ സംഘം, നായർ സർവീസ് സൊസൈറ്റി, അതുപോലെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സാഹചര്യ പരിപാലന സംഘം, SNDP, മാർത്തോമാ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ 1888. അപ്പോൾ ഈ സംഘടനകൾ ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, അംഗങ്ങൾക്ക് മെമ്പർഷിപ്പുള്ള ഓർഗനൈസേഷൻ, അത് പുതിയൊരു സംവിധാനമാണ്. അതായത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു പറ്റം എന്നുള്ളതിൽ നിന്ന് മാറി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ, അത് സമൂഹത്തിലെ വലിയ പരിണാമമായി JW ഗ്ലാഷൻ തിരുമേനി തൻ്റെ റിസർച്ച് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ റിഫോർമേഷനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് തിരുമേനിയുടെ റിസർച്ച് പ്രബന്ധമായിട്ട് ഭാവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു അഭിവാഞ്ച ജനങ്ങളെ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ 1800 മുതലുള്ള ചരിത്രത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് 1810 കേണൽ മുൺറോ കേരളത്തിൻ്റെ റെസിഡൻ്റായി, തുടർന്ന് റാണി ലക്ഷ്മിഭായ്, റാണി പാർവതിഭായ് എന്നിവർ അദ്ദേഹത്തെ ദിവാനായിട്ടുകൂടെ അപ്പോയിൻ്റ് ചെയ്തു. അത് കൊട്ടാരത്തിനുള്ളിൽ ചില അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഏറ്റവും ട്രസ്റ്റ്ഫുള്ളായിട്ട് കണ്ടത് കേണൽ മുൺറോയാണ്.
അപ്പോൾ അതേപോലെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കേരള സമൂഹത്തെ ഐത്താചരണങ്ങളിലൊക്കെ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്, മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇവിടുത്തെ നസ്രാണി സമൂഹം കരുത്തുള്ളവരാണ്. അവരെ ദൈവശാസ്ത്രമൊക്കെ അല്പം കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചാൽ അവർ ഈ മാറ്റത്തിന് മുൻകൈ എടുക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം റാണിമാരോട് പറയുമ്പോഴാണ് അവർ 16 ഏക്കർ സ്ഥലം കോട്ടയം ചുങ്കത്ത് സെമിനാരി വെക്കുവാനായിട്ട് നൽകി. അതിനാവശ്യമായ മേലാദായമൊക്കെ എടുക്കാൻ മുൺട്രോ ഐലൻഡ് റാണിമാർ ഗിഫ്റ്റായിട്ട് കാണാൻ മുൺട്രോയ്ക്ക് കൊടുത്തതാണ്. ആ ഐലൻഡിലെ ആദായങ്ങളൊക്കെ ആ സെമിനാർ നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ടും കാണാൻ മുൺട്രോയെ റാണിമാർ അനുവദിച്ചു. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1812 അടിമ വ്യാപാരം നിർത്തലാക്കിയത് ഈ മുൺട്രോയുടെ വലിയ സ്വാധീന ഫലമായിട്ടാണ്. ലക്ഷ്മിഭായിയാണ് ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ സൂചകമായി മിഷണറിമാർ അയാളുടെ പ്രവർത്തനം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുൺട്രോയാണ് CMS മിഷനെ ക്ഷണിച്ചു വരുത്തുകയാണ്. കാരണം ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് അവരെ ക്ഷണിച്ചു വരുത്തി. 1816 തോമസ് നോർട്ടൺ ആലപ്പുഴയിൽ മിഷണറി ആയിട്ട് വരുന്നു. അദ്ദേഹം അവിടെ വന്ന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നു. 1839 ആയപ്പോൾ തലവടിയിൽ ഒരു ആംഗ്ലിക്കൻ ചർച്ച് സ്ഥാപിതമാക്കുന്നു. ആംഗ്ലിക്കൻ ചർച്ചിൽ പല അപേക്ഷിത പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ അത് CSI ചർച്ച് കുന്നിരിക്കൽ എന്ന അഡ്രസ്സിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വന്ന സമയത്ത് തന്നെ ഈ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുവാനും അവർക്ക് വേദാഭ്യസനം നൽകുവാനും ഒക്കെ അദ്ദേഹം നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, വേദപുസ്തകം പഠിപ്പിക്കുക എന്ന് പറയാൻ മലയാളത്തിൽ വേദപുസ്തക കൃതികൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. 1829 1830 ആകുമ്പോഴാണ് മലയാളത്തിലേക്കുള്ള ആദിമ തർജ്ജമകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. ഞങ്ങൾക്ക് നിരണത്വ അനുഭവമുണ്ട്. 1870 ഒരു സൺഡേ സ്കൂൾ ആരംഭിച്ചു. സൺഡേ സ്കൂൾ ആരംഭിക്കാൻ അധ്യാപകർ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് വന്ന കുട്ടികൾക്ക് എഴുത്ത് അറിഞ്ഞുകൂടാ. എഴുത്തറിയാത്തവരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അതിന് അവർ സൺഡേ സ്കൂളിൽ ഞങ്ങൾ പള്ളിക്കൂടം സ്ഥാപിച്ചു. കാരണം എഴുത്ത് പഠിപ്പിച്ചെങ്കിലേ നമുക്ക് വേദപുസ്തകം പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ചരിത്രത്തിൽ ഗൗരവമായി നോക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സാമൂഹിക മാറ്റം. അപ്പോൾ ഈ 1839 ആരംഭിച്ച ആംഗ്ലിക്കൻ ചർച്ചിൽ 1887 ആയപ്പോഴത്തേക്ക് കെസ്സി കൺവെൻഷനിലെ ചില കൺവെൻഷൻ പ്രസംഗനെ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് കൺവെൻഷൻ നടത്തിയുണ്ടായി. അത് അന്ന് റിഫർമേഷൻ്റെ വിശ്വാസം സ്വീകരിച്ച ചിലരൊക്കെ പോയി പങ്കെടുത്തു. പ്രത്യേകിച്ച് വാലിച്ചിറയിൽ അവറാച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹവും ആ കൺവെൻഷനിൽ പങ്കെടുത്തു. അദ്ദേഹം വളരെ ഇൻസ്പയർഡായി. അദ്ദേഹം തന്നെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും കൂട്ടി ആ കൺവെൻഷന് തീരുന്നവരെ മുടങ്ങാതെ പോയി പങ്കെടുത്തു. അദ്ദേഹമാണ് നമ്മുടെ കല്ലിശ്ശേരി മാളികയിലെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും മറ്റുള്ളവരെ കൂട്ടി വരുത്താനൊക്കെ നേതൃത്വം എടുത്ത ഒരാളാണ് ഈ വാലിച്ചിറയിൽ അവറാച്ചൻ എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധേയമാണ്. അവിടെ സമൂഹത്തിൽ ആകമാനമായിട്ടൊരു മാറ്റം വരുന്നു. ആ മാറ്റങ്ങൾ വരുമ്പോൾ വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. അതിനുള്ള സംഘടനകൾ രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ സംഘടനകളെ അംഗത്വം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. ആ കൺവെൻഷനിലെ ആവേശം ജനങ്ങളിൽ ഉണർത്തിയ മറ്റു സംഭവങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൺവെൻഷൻ ആരംഭിക്കുകയും അവിടെ ബൈബിൾ സ്റ്റഡി പ്രധാനമായ ഒരു വിഷയമായി വഹിക്കുകയും ചെയ്തു. നമുക്കറിയാം മാരാമൺ ഇപ്പോഴും ഓല കെട്ടുന്ന ആ ഉത്തരത്തിലൊക്കെ ഇട്ടുണ്ട് കീഴുകര വായനാ ഭാഗം, മേലുകര വായനാ ഭാഗം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഒരുമിച്ച് ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വേദപുസ്തകം വായിക്കാനായിട്ട് ഒരുമിച്ച് വിടും. കാരണം എല്ലാ വീട്ടിലും വേദപുസ്തകം ഇല്ല. ഒരു ഭാഗത്തോ ഒരു പള്ളിയിലോ 2 3 വേദപുസ്തകം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അവരെ ആർത്തിയോടെ വായിച്ചിരുന്നു. അതെന്താണ് അവരെ ആർത്തിയോടെ വേദപുസ്തകം വായിക്കാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ, അന്നത്തെ ഒരു പെസൻ സമൂഹം, കൃഷിയൊക്കെ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു സമൂഹത്തിന് വേദപുസ്തക സ്പിരിച്വാലിറ്റി അവരുടെ അനുദിന ജീവിതത്തിന്
ഏറ്റവും പ്രാധാന്യമുള്ളത് ബന്ധപ്പെട്ടതായി അവർ കണ്ടു. വേദോസത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ ദൂരെ കിടക്കുന്ന കാര്യങ്ങളല്ല, അവരുടെ ജീവിതത്തിൽ അനുദിനം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് വേദപുസ്തകത്തിൽ ഒരു പ്രസന്റ് കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. യേശു പറഞ്ഞ ഉപമകൾ അധികവും വിതയ്ക്കുവാൻ പുറപ്പെട്ടു എന്നൊക്കെ പറയുന്ന അധിക ഉപമകളും ഒക്കെ ഒരു കാർഷിക സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉപമകളാണ്. അപ്പോൾ അത് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അന്ന് കേരളത്തിലെ കാർഷിക സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് കർഷകരായിട്ടുള്ളവർക്ക് അത് വായിക്കുമ്പോൾ അതവരുടെ ജീവിത അനുഭവമായി വളരെ അടുത്ത് കിടക്കുന്നു, ജീവിത അനുഭവമായി രൂപപ്പെടുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് കൺവെൻഷൻ അന്ന് നമുക്കറിയാം ഓല ഒക്കെ ചൂട്ടൊക്കെ കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ യോഗം കേൾക്കുവാൻ, രാത്രിയിലെ യോഗം കേൾക്കുവാനൊക്കെ പുരുഷന്മാർ ഓടിക്കൂടുവാനും. അപ്പോൾ അത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു കാലയളവോട് കൂടിയാണ്. അതുകൊണ്ട് മലയാളം കൺവെൻഷന് പിന്നീടുള്ള യോഗങ്ങൾ നമ്മൾ കേൾക്കുവാണെങ്കിൽ ആദ്യകാലത്തെ വലിയ ഒരു പ്രഘോഷണത്തിൻ്റെ അർത്ഥം പലപ്പോഴും ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷ എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ വിമർശിക്കുന്ന പോലെ ആത്മാവ് ഒരു സോൾ ഉണ്ട്, അതിനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയല്ല അന്നുണ്ടായിരുന്നത്. ടോട്ടാലിറ്റി ഓഫ് ദ പേഴ്സൺ എന്ന ആശയമുണ്ടെങ്കിലും ആത്മാവിൻ്റെ രക്ഷ എന്നുള്ള ഒരു വലിയ ഒരു പ്രഘോഷണത്തിൻ്റെ അടിത്തറയായിട്ട് അന്ന് ഭവിഷ്യമായിട്ട് നമ്മൾ ആ കാലത്തെ സന്ദേശങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാണ് പിന്നീടാണ് ദൈവരാജ്യം എന്നൊരു പ്രഘോഷണം അടിത്തറയായിട്ട് മാറുന്നത്. അത് കൺവെൻഷൻ വന്ന വലിയൊരു ഷിഫ്റ്റാണ്, ദൈവരാജ്യം. അപ്പോൾ നാം ഒക്കെ ഒരുമിച്ച് ചേർന്ന് പണി ചെയ്യേണ്ടതാണ്, പൂർത്തീകരിക്കേണ്ടതാണ് ദൈവരാജ്യം. യേശുവിൻ്റെ പ്രഘോഷണം ദൈവരാജ്യമാണല്ലോ, അത് പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതാണ്. നമ്മുടെ കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ ബൈബിൾ സ്റ്റഡിയും അതിൻ്റെ സന്ദേശങ്ങളും ഒക്കെ നാം പങ്കാളികളായി ദൈവരാജ്യ സൃഷ്ടികൾ പങ്കാളികളാവണം. ദൈവരാജ്യ സൃഷ്ടിയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ചുറ്റുമുള്ള അസമത്വങ്ങളെ, ജാതീയ സമ്പ്രദായങ്ങളെ ഒക്കെ തുടച്ചു നീക്കേണ്ട ആവശ്യമാണ്, അതിനായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. അത് നാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, യോജിക്കുന്ന എല്ലാവരുമായിട്ട് ചേർന്നാണ് ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. കോഴഞ്ചേരിയെക്കുറിച്ച് പറയുമ്പോൾ സി കേശവൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം നടത്തിയ സ്ഥലമാണല്ലോ സി കേശവൻ്റെ ആ പ്രതിമ നിൽക്കുന്ന കോഴഞ്ചേരി. അദ്ദേഹത്തിന് അന്ന് അങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാനായിട്ട് ജാതീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് പ്രസംഗിക്കുവാൻ സാധിച്ചത് നസ്രാണി സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം സാമൂഹിക മാറ്റത്തിന് വേണ്ടി അന്ന് മുമ്പിൽ നിന്നവർ പട്ടനാടുപിള്ളയും സി കേശവനും ടി എം വർഗീസും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു കൂട്ടുകെട്ട് ഒരു സമൂഹത്തിൽ വളരെ പ്രഘോഷിക്കപ്പെടുന്നതാണ്, അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് സമൂഹത്തെ മുൻപോട്ട് നയിക്കാനുള്ള പ്രയാണത്തിൽ നമ്മൾ പങ്കാളികളാവണം. അങ്ങനെ നാം തന്നെ ഒരുങ്ങണം, നാം തന്നെ അതിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശമൊക്കെ ഈ കൺവെൻഷൻ യോഗത്തിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ കൺവെൻഷനർ വന്നു ചേരുന്ന വളരെ ആവശ്യമാണ്. അന്നത്തെ കാർഷിക സമൂഹത്തിൽ നമുക്കറിയാം സാമൂഹിക ജീവിതം കുറച്ചുകൂടെ ഇഴചേർന്നതായിരുന്നു. വളരെ അടുപ്പമുള്ള അയൽബന്ധങ്ങളൊക്കെ വളരെ സുദൃഢമായിരുന്നു. നമുക്കറിയാം ഒരു ചക്ക ഇട്ടാൽ അത് നാലായിട്ട് പകുത്ത് ചുറ്റുപാടും കൊടുക്കുക ഒരു പതിവുണ്ടായിരുന്നു. എല്ലാ കാർഷിക വിളകളും പങ്കിടുക ഒരു ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ അങ്ങനെ പങ്കിടുന്ന ഒരു സമൂഹത്തിൻ്റെ അനുഭവം ചുറ്റുപാടുമായിട്ടുള്ള സുദൃഢമായ ബന്ധങ്ങൾ കെട്ടുപണി ചെയ്യുന്നു. അവർ ഒരുമിച്ച് അക്വറ്റും ഇക്വറ്റും ഒക്കെ ഉള്ളവർ ഒരുമിച്ചാണ് കൺവെൻഷനിലേക്ക് പോരുവാനായിട്ട് വന്ന് കൂടുന്നത്. അവർ വന്ന് നമുക്കറിയാം ആ സാഹചര്യത്തിൽ പന്തലിൽ നിലത്തിരിക്കുകയാണ്. നിലത്തിരിക്കുന്നതിൽ അന്നത്തെ കാലത്ത് പ്രയാസമില്ല. കാരണം ആ കാലത്ത് തലമുറകളൊക്കെ അധികം നിലത്തിരുന്ന് പരിശീലിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ വന്ന് ഇരിക്കുക, കുടുംബമായിട്ട് വരിക, കുഞ്ഞുങ്ങളുമായിട്ട് വരിക, അവരെ പ്രസംഗങ്ങൾ കേൾക്കുക, അവരെ പരിശീലിപ്പിക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൂരെ ഇരുന്ന് ഓൺലൈനിൽ കൂടെ കൺവെൻഷൻ പ്രസംഗം കേൾക്കാമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് കേൾക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കേൾക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കേൾക്കുവാൻ സാധിക്കും. എന്നാൽ നാം കുടുംബമായി കുഞ്ഞുങ്ങളുമൊക്കെ പന്തലിൽ വന്ന് ഇരുന്ന് ആ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളതിൽ എംബഡീഡ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരം തന്നെ അതിനകത്ത് നിമഗ്നമാകുന്നു. നമ്മൾ ആ മെസ്സേജിൻ്റെ വക്താക്കളായി മാറുന്നു. അത് നമ്മുടെ ഉള്ളിലേക്ക് അത് സന്നിവേശിക്കപ്പെടുകയാണ്.
അതിൻ്റെ വക്താക്കളായി നമ്മൾ മാറുകയാണ്. അത് കൺവെൻഷൻ വന്നിരിക്കുമ്പോൾ സാധ്യമാകുന്ന ഒരനുഭവമാണ്. അത് ദൂരെ നിന്ന് കൺവെൻഷൻ പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രം അത് ലഭിക്കുകയില്ല. നിവൃത്തിയില്ലാത്തപ്പോൾ ദൂരെ ഇരുന്ന് കൺവെൻഷൻ പ്രസംഗം കേൾക്കുന്നത് അഭികാമ്യമാണ്. എന്നാൽ പന്തലിൽ വന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുക, അങ്ങനെയുള്ളവരാണ് പുറത്ത്. നമുക്കറിയാം, മാർത്തോമാക്കാർ തിരുവിതാംകൂറിൽ പുറത്തേക്ക് പോയപ്പോൾ അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തങ്ങ് പോവുകയല്ല അവർ ചെയ്തത്. അവർ പള്ളിയെ കൂടെ കൊണ്ടുപോയി. എന്ന് വെച്ചാൽ അവർ പോയിടത്തെല്ലാം പള്ളി, ഓരോ ആരാധനാ കൂട്ടങ്ങളുണ്ടായി. ക്രമേണ അവർ ചാപ്പൽ വെച്ചു, ക്രമേണ അവർ പള്ളി വെച്ചു. അതുകൊണ്ട് മാർത്തോമാക്കാരൻ തിരുവിതാംകൂറിന് പുറത്തേക്ക് പോയപ്പോൾ അവനങ്ങ് യാത്ര ചെയ്ത് പോവുകയല്ല, അവൻ പള്ളിയെ കൂടെ തൻ്റെ ആത്മീയത്തിൻ്റെ ഭാഗമായ പള്ളിയെ കൂടെ കൊണ്ടുപോയി. ഈ ശീലമെല്ലാം അവനിൽ പാകിയെടുത്തത് ഈ കൺവെൻഷൻ യോഗങ്ങളാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിന് പുറത്തുള്ള ഇടവകൾ മാരാമൺ കൺവെൻഷൻ തീരുന്ന ആഴ്ച തന്നെ ഞായറാഴ്ച അവർ പാടുന്നത് കൺവെൻഷൻ ഗീതത്തിലെ ഒരു പാട്ട് പാടിയാണ് അവർ സ്തോത്രകാഴ്ച എടുക്കുന്നത്. എങ്ങനെയാണ് ഈ ആവേശം അവർക്ക് ലഭിച്ചത്? അതായത് അവർ ബാല്യകാലത്ത് ഈ കൺവെൻഷൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടുകൾ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് മാരാമൺ കൺവെൻഷന് ഈ പുതുവർഷത്തെ ഒരു ഗാനം അവസാന ഞായറാഴ്ച അവരുടെ പള്ളിയിൽ പാടുമ്പോൾ അവർ മാരാമണ്ണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു അനുഭൂതി, ഒരു ആത്മീയ അനുഭവം അവർക്ക് ലഭിക്കുകയാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുതന്നെയല്ല, അവർ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. പള്ളിയിൽ ഒരു സ്തോത്രകാഴ്ച പെട്ടി വെച്ച് 2 ഞായറാഴ്ചകളിൽ അവർ മാരാമണ്ണ് ഇടുവാനുള്ള സ്തോത്രകാഴ്ച ആ പെട്ടികളിൽ നിക്ഷേപിക്കുകയും അത് മാരാമൺ കൺവെൻഷൻ സ്തോത്രകാഴ്ചയുടെ പേരിൽ അയച്ചു കൊടുക്കുകയും ആരംഭിച്ചത് ഇവിടുന്ന് ആരും പറഞ്ഞിട്ടല്ല, ആരും അവരെ പ്രത്യേകിച്ച് എടുത്ത് ഉപദേശിച്ചല്ല. അവർക്ക് തന്നെ ഒരു ആത്മീക സന്തോഷം നൽകുന്ന ഒരനുഭവമായിട്ട് അത് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നു, വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യവാന്മാരാകുന്നു, സമൂഹത്തിൻ്റെ മാറ്റത്തിൽ അവർ പങ്കുകാരാകണം എന്ന ബോധ്യം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പല സാമൂഹ്യ മാറ്റങ്ങൾക്കും സാമൂഹ്യ ദോഷങ്ങൾക്കും മാറ്റുവാനുള്ള വലിയ തീരുമാനങ്ങളൊക്കെ കൺവെൻഷനിൽ എടുക്കുക ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കൺവെൻഷൻ സമൂഹത്തിൻ്റെ വലിയ മാറ്റം, വ്യക്തികളുടെ ഉത്തരവാദിത്വം, അവരെ പ്രവർത്തിക്കേണ്ട പ്രവർത്തന ശൈലി എല്ലാം രൂപപ്പെടുത്തുന്ന ഒരു വലിയ വേദിയാണ്. അത് നാം തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല, ഒരു സാമൂഹ്യ മാറ്റത്തിൽ നമ്മൾ പങ്കുകാരായി തീരുകയാണ് ചെയ്യുന്നത്. ആര്യ സിനിമനി ഒരു കൺവെൻഷനിൽ പ്രത്യേകിച്ച് പറഞ്ഞു, ഈ കൺവെൻഷൻ ഓല കിട്ടുവാൻ ഇന്നടത്ത് ഒരു നായർ തറവാടിലുള്ള ഒരു വീട്ടിലാണ് അയരിയൂരിൽ ചെന്ന് ചോദിക്കുക പതിവ്. അവരാണ് മിക്കവാറും ഓല, നല്ല തെങ്ങും തോട്ടമൊക്കെ ഉള്ളവരാണ്. അവരാണ് ഓലയുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഒരു കാലത്ത് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നാം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടല്ല, ചുറ്റുപാടുള്ളവരൊക്കെ സന്തോഷത്തോടെ ഈ പ്രവൃത്തിയിൽ പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കോഴഞ്ചേരിയിലും മാരാമണ്ണും ചുറ്റുപാടും താമസിക്കുന്ന വീട്ടുകാരൊക്കെ ഒരു കാലത്ത് പ്രത്യേകിച്ച് യാത്രാ സൗകര്യം ഇല്ലായിരുന്ന കാലങ്ങളിൽ ദൂരെ നിന്നൊക്കെയുള്ള ചിലരൊക്കെ വന്ന് ഈ വീടുകളിലൊക്കെ പാർക്കുമായിരുന്നു. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്ക് അന്ന് വലിയ സൗകര്യങ്ങളില്ല. വീട്ടുമുറ്റത്തിൽ ചെറിയ പന്തലൊക്കെ ഇടും, അവിടെ ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ മാരാമണ്ണും കോഴഞ്ചേരിലും ചുറ്റുപാടുമുള്ള ദേശത്തുള്ള ജനങ്ങൾ, അത് വീട്ടുകാർ തന്നെ ഈ വരുന്നവരെ സ്വീകരിപ്പാനൊരു ഒരുക്കമുണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അതിഥികളായി സ്വീകരിപ്പാൻ അവർ കാത്തിരിക്കുകയാണ്. ഉപ്പ് മാങ്ങായും കടുമാങ്ങായും ഒക്കെ ഇടുകയും നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയും അവർക്ക് കൊടുക്കുകയും രാവിലെ ഏത്തക്ക പുഴുങ്ങി ഒരു കാപ്പിയൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന വലിയ പരിശീലനം നമ്മുടെ കുടുംബങ്ങളുണ്ട്. മറ്റുള്ളവരെ സ്വീകരിപ്പാനായിട്ട്, അതിഥികളെ സ്വീകരിപ്പാൻ, അവരെ സ്വീകരിച്ചവരെ ബഹുമാനിക്കുവാനൊക്കെ ഈ കൺവെൻഷൻ മുഖാന്തരം ഒരുക്കി എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് സാമൂഹിക ജീവിതത്തിൽ ആ കാലത്ത് നിന്നും വളരെ വ്യത്യാസമുണ്ടായി. വ്യക്തികളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു കാലഘട്ടം, അതും ഒരു സാമൂഹിക പ്രക്രിയയുടെ ഫലമാണ്. വ്യക്തികൾ അവരവരുടെ കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടം. അപ്പം കൂട്ടായി സഞ്ചരിക്കുക, കൂട്ടായി പോവുക, കൂട്ടായ കാര്യങ്ങൾ പങ്കിടുക എന്നതിലൊക്കെ സമൂഹത്തിൽ വലിയ വ്യതിയാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ ഒരു ആവർത്തനം അതേപോലെ ഇന്ന് കൺവെൻഷൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ആ അനുഭവങ്ങൾ കൈവിട്ടു പോകാതെ
തലമുറകളെ അതിനെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. 2025 ഫെബ്രുവരി 9 മുതൽ 16 വരെ നടക്കുന്ന കൺവെൻഷൻ 130ാം കൺവെൻഷനാണ്. അപ്പോൾ 130ാം കൺവെൻഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ആ ഒരു ചരിത്രത്തിൻ്റെ പിമ്പിലേക്ക് നമ്മൾ പോവുകയും ഈ കാലഘട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് എങ്ങനെയാണ് ഇതിനകത്തൊക്കെ ശ്രദ്ധാലുക്കളാക്കി തീർക്കുന്നത്, കൺവെൻഷനിൽ പോകുന്നത് ഒരു സന്തോഷമായി അവർ കരുതേണ്ടത്, അതിനെയൊക്കെ അവരെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഇവിടെ ഞാൻ സാധാരണ പറയാറുണ്ട്, കുറഞ്ഞ പക്ഷം ഒരു 5-6 യോഗങ്ങളിലെങ്കിലും കുടുംബത്തിലുള്ളവരൊക്കെ ഒരുമിച്ച് വന്ന് അവിടെ ഇരിക്കുവാൻ ഒക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. വന്ന് ഇരുന്ന് 1-2 യോഗങ്ങളിൽ കേട്ടിട്ട് പോവുക, കൺവെൻഷൻ ഗീതങ്ങൾ വാങ്ങിക്കുക, പാട്ടുകളൊക്കെ പാടുക, വീട്ടിലെ പാട്ടുകളൊക്കെ പാടാൻ ശ്രദ്ധിക്കുക, കുടുംബ പ്രാർത്ഥനയിൽ ഒക്കെ ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം വിഭിന്നമായ ഒരു സംസ്കാരം നമ്മളെയൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളൊരു ചിന്ത മനുഷ്യരിൽ അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമവാസന എന്നുമുണ്ട്, എന്നാൽ അത് വളരെ വർദ്ധിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പരസ്പര ബഹുമാനം, സ്നേഹം, കരുതൽ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരളവ് വരെ. അപ്പോൾ കൺവെൻഷനിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതൊക്കെ വീണ്ടെടുക്കുവാനുള്ള അവസരം കൂടിയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അവസരം കൂടിയാണ്, കരുതുവാനുള്ള അവസരം കൂടിയാണ്, കുശലം ചോദിക്കാനുള്ള അവസരം കൂടിയാണ്. മിഷൻ വീട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കാണുവാനും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുവാനും കൂടിയുള്ള ഒരവസരങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സത്വത്തെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത്. അതിനെ ഗൗരവമായി കാണുവാനും നാം തലമുറകളും പ്രാർത്ഥനയോടെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രശോഭിതമായി തീരും. ഈ പ്രാവശ്യം മാരാമൺ കൺവെൻഷൻ്റെ പ്രാർത്ഥന ആഗോള പ്രാർത്ഥനയായിട്ടാണ് നടത്തിയത്. നമ്മളെന്നും ആഗോളമായി പോയില്ല. കാരണം ഇതിൻ്റെ ഒരു കൽപ്പന അറിയിപ്പ് പള്ളിയിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തവർ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോൾ അവർക്ക് ആഗോള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അരമണിക്കൂർ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അതൊരു കാലത്ത് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. അപ്പോൾ ആ അനുഭവത്തെ ഒന്ന് ഉണർത്തുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആഗോളമായി നമ്മൾ ആഹ്വാനം ചെയ്താൽ ആഗോളമായി അത് നടത്തത്തക്ക വിധം ശേഷിയുള്ള സഭയാണ് മാർത്തോമാ സഭ. ഓരോരുത്തർ പറയുന്നത് മാർത്തോമാ സഭ അൽമായരുടെ സഭയാണ്, അൽമായർ പണിതു തീർത്ത സഭയാണ്. അൽമായർ തിരുവിതാംകൂറിലേക്ക് പോയപ്പോൾ അവർ കൂടെ കൊണ്ടുപോയത് അവരുടെ സഭയെ കൂടിയാണ്, അവരുടെ ഇടവയെ കൂടിയാണ്. അങ്ങനെയാണ് ലോകമാസകാലം മാർത്തോമാ സഭ വളരുവാനായിട്ട് സാധ്യമായി തീർന്നത്. ഇന്ന് മാർത്തോമാ സഭയ്ക്ക് ഒരു ആഗോള ആഹ്വാനം നടത്തിയാൽ അത് അർത്ഥവത്തായ ആഹ്വാനമാണ്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇതിൻ്റെ പൈതൃകം, ഇതിൻ്റെ മാതൃക നമുക്ക് ലഭിച്ചത് മാരാമൺ കൺവെൻഷനിൽ നിന്നാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നാം മാത്രം തുടങ്ങിയതല്ല, മറ്റ് കൺവെൻഷനുകളുടെ പ്രേരണ നമുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെസ്വിക് കൺവെൻഷൻ്റെയൊക്കെ പ്രേരണ നമുക്കുണ്ടായിരുന്നു. 1885 കെസ്വിക് കൺവെൻഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാരാമൺ നമുക്കൊരു കൺവെൻഷൻ ആരംഭിക്കാൻ സാധിച്ചു. അപ്പം എത്ര ശീഘ്രഗതിയിലാണ് അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുവാനും പഠിക്കുവാനും ആ സാഹചര്യത്തിൽ പങ്കുചേരുവാനും സാധിച്ചത് എന്ന് നമ്മളൊരിക്കലും വിസ്മരിക്കരുത്. കാരണം 130ാം കൺവെൻഷനിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മളെ തന്നെ പുനരർപ്പണം ചെയ്യുവാനും നമ്മുടെ വരും തലമുറയ്ക്ക് മാർഗദീപമായി വായിപ്പാനും കൺവെൻഷൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. താങ്ക് യു.